അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും അത്. അതിനെക്കുറിച്ച് വേറെ അധികം ഒന്നും പറയാനില്ല. മന്ത്രിയുടെ അഭിപ്രായത്തെക്കുറിച്ച് അഭിപ്രായം പറയാൻ ഞാൻ ഒരാളല്ല, ഞാനൊരു കലാകാരനാണ്. ഞാൻ എന്റെ കല ചെയ്യുന്നു, ആ കല നിങ്ങൾ കേൾക്കുന്നു, അത്രയാണ്. മറ്റു പല കേസുകളും വെച്ച് നോക്കുമ്പോൾ ഒരു വേദന ഉണ്ടായിട്ടുണ്ട്, ഈ കേസിലെ നടപടികളിൽ വേദന ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് വേദനിച്ചു എന്നെ അറസ്റ്റ് ചെയ്തപ്പോ? അത്രേ ഉള്ളൂ. ശക്തമായ വാക്കുകളിൽ ഇനിയും പാട്ടുകൾ വരും. എന്റെ ജോലിയാണല്ലോ മാഷേ അത്, പാട്ട് എഴുതുക. ഞാൻ വേടൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു പൊതു സ്വത്താണ്. വേടൻ ഒരു കലാകാരൻ പൊതു സ്വത്താണ്. ഒരു കലാകാരൻ രാഷ്ട്രീയത്തെക്കുറിച്ചും അവന്റെ ചുറ്റുപറ്റും നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കേണ്ട ആൾ തന്നെയാണ്. അതെന്റെ ജോലിയാണ്. അത് ഞാൻ മര്യാദയ്ക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് രാത്രി അത് ചെയ്യുന്ന കാരണം. അപ്പോ അത്രേ ഉള്ളൂ മാഷേ. അതെന്റെ ജോലിയാണ്. എഴുതി പാടുക എന്ന് പറയുന്നത് എന്റെ ജോലിയാണ്. എന്റെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുക എന്ന് പറയുന്നത് എന്റെ ജോലിയാണ്. ആ ജോലി ഞാൻ വൃത്തിയിൽ ചെയ്തിരിക്കും മരിക്കുന്നത് വരെ. അതാണ് എന്റെ ജോലി. ഒപ്പം തന്നെ സമൂഹത്തോട് എന്താണ് വേറെ പറയാനുള്ളത്? എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ കുഞ്ഞുമക്കളോടൊപ്പം തന്നെ വേറെ ഇഷ്ടപ്പെടുന്ന അമ്മമാരുണ്ട്, അച്ഛന്മാരുണ്ട്, അവരോടൊക്കെ എന്താ ഈ ഇരട്ടനീതിയും സമൂഹത്തിലുള്ള ആൾക്കാര് എല്ലാവരും തുല്യരല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ആ മനസ്സിലാക്കല് ഉണ്ടായിരിക്കട്ടെ എപ്പോഴും. നമ്മളാരും തുല്യരല്ല. ഇത് ഭയങ്കര വിവേചനപൂർണമായിട്ടുള്ള ഒരു സമൂഹമാണ് നമ്മുടെ. അപ്പോ ആ വിവേചനങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. നമ്മളാരും ഒന്നല്ല എന്നുള്ളൊരു സാധനമാണ് ഇവിടെ ഉള്ളത്. നമ്മളെ എല്ലാവരും ലൈക്ക് ഇരട്ട നീതിക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടോ? എന്റെ എഴുത്തും വായനയും പാട്ടുകളെല്ലാം തന്നെ അതിനുവേണ്ടി